വെൽക്കം വൺസ് അഗെയിൻ ടു ലിറ്റിൽ ഓർഗനൈസ് ലൈഫ് കോച്ച് ഇത്ലാവ്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, മാം ആർ യു ഇൻ ലവ് വിത്ത് സമ്മൺ എന്ന്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഒരു +2 സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞാനതിനെ ഒരു ജനറലൈസ്ഡ് ആയിട്ടും എടുത്തു, അതിനെ ഒരു പെർട്ടിക്കുലറായിട്ടും എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏസ് ഐ എം ഇൻ ലവ് വിത്ത് എവ്രി വൺ അല്ലേ. നമ്മുടെ റൊമാൻറ്റിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കാൽപ്പനികമായിട്ട് എല്ലാവരോടും തോന്നുന്നൊരു സ്നേഹമാണ്. ആനിമേറ്റ് ആസ് വെൽ ആസ് ഇനാനിമേറ്റ് ഒബ്ജക്ട്സിനോട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പെർട്ടിക്കുലർലി നമ്മൾ സ്നേഹത്തിലാണെന്ന് ചോദിച്ചാൽ എസ്പെഷ്യലി ഐ ഷുഡ് സേ യെസ്. അതിൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഞാൻ എല്ലാ മാരീഡ് കപ്പിളിനോടും പറയാനുള്ളൊരു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. നമ്മൾ ആ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്നേഹം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ വിവാഹം എന്ന് പറയുന്നത് നമുക്കായിട്ട് തരുന്ന പാർട്ട്ണർ ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ബൈ ഗോഡ്. അത് മനം പോലെ മംഗല്യം എന്ന് നമ്മൾ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരാളാണ്. അപ്പോൾ ആ കിട്ടിയ ഒരാൾക്ക് ഒത്തിരി ഇംപെർഫെക്ഷൻസ് കാണും, ഒത്തിരി നമുക്ക് രണ്ടു കൂട്ടർക്കും അല്ലേ. നോ ബഡി ഇസ് ബോൺ പെർഫെക്റ്റ് ഓർ നോ ബഡി ഹാസ് ഗോട്ട് ദാറ്റ് പെർഫെക്ഷൻ. അവിടെയും വേറൊരു കോൺട്രവേഴ്സ്യൽ ആസ്പെക്റ്റ് ഉണ്ട്. നമ്മൾ പെർഫെക്റ്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മളൊക്കെ വന്നിരിക്കുന്നത് ആ കോസ്മിക് സോളിൽ നിന്നാണ്, എനർജിയിൽ നിന്നാണ്. അപ്പം മനുഷ്യർ പറഞ്ഞു പഠിപ്പിച്ചാണ് ഈ ഇംപെർഫെക്ഷൻ എന്നുള്ളതാണ്. എനിവേ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ പാർട്ട്ണറിനെ നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ജിമ്മിൽ വർക്കൗട്ടിന് പോകുന്നുണ്ട്, വേറെ കാര്യങ്ങളൊക്കെ റീപ്ലനിഷ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഒരു സ്കൂൾ ടീച്ചറാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് പോകും. ദാറ്റ് മീൻസ് എവറി ഇയർ വി ഹാവ് ടു റീപ്ലനിഷ്, വി ഹാവ് ടു റീജുവനേറ്റ് സംതിങ് ഇൻ അസ്. പക്ഷെ ആരും നമ്മുടെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ആ ഒരു റീപ്ലനിഷിങ്ങിനെ കുറിച്ചൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, നമുക്ക് അറിയത്തുമില്ല. അപ്പോൾ ഞാൻ ഇത്രയും വായനയുടെയും ഇത്രയും അനുഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ സുന്ദരമായ ഒരു ലൈഫ് ഇല്ലാതാകും. വി വാണ്ട് ടു ഡെവലപ്പ് ദാറ്റ് ലവ്. അപ്പോൾ എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ഒരു കുടുംബത്തിൽ തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അവർ കൈപിടിച്ച് നടക്കുന്നത്. ഇവരെന്താണ് ഉടനെ കമൻസ് വരികയാണ്. അത് കുറച്ച് പ്രായമായവരുടെ കമൻസാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. അപ്പോൾ വി ഷുഡിൻ ബോദർ അബൌട്ട് ദോസ് കമൻസ്. നമ്മൾ അതിൽ നിന്നൊക്കെ ഫ്രീഡം നേടി കഴിയുമ്പോഴാണ് നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ നമ്മുടെ പാർട്ട്ണറാണ്, ഇറ്റ്സ് മൈൻ എന്നുള്ള രീതിയിൽ ഹൗ വി ക്യാൻ, നമുക്കവരെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ബട്ട് ത്രൂ ദ ചേഞ്ച് ഇൻ അസ് വി ക്യാൻ സീക്ക് ചേഞ്ച് ഇൻ ദം. നമ്മൾ മാറുന്നതോടൊപ്പം ആണ് നമ്മുടെ പാർട്ട്ണർ മാറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ആളിനെ കൂടെ എത്തിക്കുക ഉണ്ടായിക്കഴിഞ്ഞാൽ മാരേജ് ഇസ് സംതിങ് വിച്ച് ഗീവ്സ് എ ബ്ലിസ്ഫുൾ എക്സ്പീരിയൻസ്. അതർവൈസ് ഇറ്റ് ഇസ് സംതിങ് നരകമാക്കാനും നമ്മളെ കൊണ്ട് തന്നെയേ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് നോളജ് ആർജിച്ചെടുക്കുക, ഹൗ വി ക്യാൻ ഡു സംതിങ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് അവർ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതൊരു നല്ല, ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ പാർട്ട്ണറിനെ കൊണ്ട് നമുക്കിങ്ങനെ വളരെ ഫ്രീ ആയിട്ട് വളരെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. താങ്ക് യു സോ മച്ച്.